അത് വോട്ട് തന്നില്ലെങ്കിൽ ഞങ്ങൾ നീ നിന്റെ ഭാര്യയും അനുഭവിക്കും. ഭയങ്കര ഒരു ഭാഷയൊക്കെ വളരെ വികൃതമായിട്ടുള്ള ഭാഷയാണ്. അത് ഒരു ദിവസം രാവിലെയാണ് വിളിച്ച് പറഞ്ഞത്. ഞാൻ അടുക്കളയിൽ ചേട്ടൻ കിടക്കുകയായിരുന്നു. ഫോൺ എടുത്ത പോലെ എനിക്ക് വോട്ട് തരണം, തന്നില്ലെങ്കിൽ നീയും നിന്റെ പെണ്ണും അനുഭവിക്കും. ചേട്ടൻ അടുത്ത് പറഞ്ഞ ഭീഷണിയാണ് ഈ തവണ ഇപ്പോഴും പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചയില് ഞങ്ങൾ ഞങ്ങൾ തൊഴിലുറപ്പിന് പോവാണ്. ചേട്ടന് പണി ചെയ്യാൻ പറ്റൂല, കാലിൽ കമ്പി, പിന്നെ മാനസിക അസുഖമുള്ള ആളാണ്. മെഡിക്കൽ കോളേജ് മരുന്ന് കഴിച്ചു ഇപ്പൊ കാട്ടക്കടയിൽ നിന്നാണ് വാങ്ങിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങള് ഗുളിയെ ഒരു ദിവസം അല്ലെങ്കിൽ നമുക്ക് അത് പുറത്തുനിന്ന് വാങ്ങിക്കില്ല. അതിനൊക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. വേറെ ജോലിക്ക് അച്ഛനും എല്ലാം വയസ്സായിരിക്കുകയാണ്. വന്ന് കണ്ട ഒരു മിനിറ്റ് വന്ന് അവിടെ വരെ ഒന്ന് വന്ന് കണ്ടിട്ട് പോവാം, സർട്ടിഫിക്കറ്റ് കൊടുക്കാനെന്ന്. അപ്പൊ ഞാൻ വെച്ച് അവര് നമ്മൾ കൊടുത്ത് വരുമെന്ന് ഒന്ന് പോയാൽ മതിയെന്ന്. ഞാൻ അവിടെ ചെന്ന് എന്ത് ചെയ്യുന്ന എനിക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞ ഞാൻ പേടിച്ചു. അപ്പം ലത ചേച്ചി എന്ന ചേച്ചിയാണ് എനിക്കെല്ലാം ശരിയാക്കി തന്നത്. സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു. ഇപ്പം ചേട്ടന് പെൻഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ അപ്പൊ അവരാണ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തന്നു. നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. ഓരോ വീടുകളിലും വോട്ട് ചോദിച്ചു വരുന്ന രീതികളൊക്കെ തുടരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കള്ളിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ 25 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു LDF സ്ഥാനാർത്ഥി ഈ തവണയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ വീട്ടിലൊക്കെ കയറി ചെന്ന് വോട്ട് ചോദിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ആ വീട്ടുകാർ മറ്റൊരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഒരു ഭീഷണി നടത്തുന്നു എന്ന് പറയുന്നതിലാണ് അതിശയം. എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്നത് അവർ തന്നെ നമ്മളോട് പറയും. ചേച്ചി, ഇത് ഏതാണ് സ്ഥലം, ഏതാണ് വാർഡ് എന്ന് പറഞ്ഞു തുടങ്ങാം. ഇത് കള്ളിക്കാട് വാർഡാണ്, ചാമളപ്പുറം വാർഡാണ് കള്ളിക്കാട്. എനിക്ക് ശരിക്കും മൈക്കിൽ ഞാൻ സംസാരിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ എന്റെ ഭർത്താവ് ഒരു കൊച്ചുണ്ട്. തുടക്കത്തിൽ ഇത് തന്നെ പറയാം, ആരാണ് ഈ ഭീഷണിപ്പെടുത്തിയ ആൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ പാർട്ടി പരിപാടിക്ക് പോയി എന്ന് ചോദിച്ച ആളാണ് പോയത്? സ്ഥാനാർത്ഥി കമ്മ്യൂണിസ്റ്റിന്റെ പാർട്ടിയാണ് ചോദിച്ചത്. അത് മുമ്പറായിട്ടിരുന്ന ഇപ്പോഴും നിൽക്കുകയാണ് ആള്. അതുകൊണ്ട് അവരാണ് നമ്മളടുത്ത് ചോദിച്ചത്. എങ്ങനെയാ ശരിക്കും ചോദിച്ചത്? എന്താണ് നിനക്ക്, എനിക്ക് സുഖമുണ്ടോ, എന്താ സുഖം ആയില്ലേ എന്നൊക്കെ ചോദിച്ചാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, നീ എന്തിനു വോട്ടിടാൻ പിന്നെ പാർട്ടിക്ക് പോയി, അത് നമ്മളെ ഇഷ്ടമാണ്, നമ്മൾ ഇവിടെ പോകണം, എന്തിനു ചെയ്യണം നമ്മളിഷ്ടമാണ്. എന്നിട്ട് പറഞ്ഞാൽ ഇന്ന് 2 മണിക്ക് തന്നെ അവിടെ ചെല്ലണം, പിന്നെ ആകെ ബൊക്ക കൊടുക്കാനായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും പ്രായം ചെന്ന് ഞാൻ ആകെ ബൊക്ക കൊടുത്തിട്ടില്ല, എനിക്ക് കൊടുക്കാൻ ചെല്ലാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ അവര് എന്റെ ഇത് പറഞ്ഞു ഇങ്ങനെ ചെല്ലണമെന്നാണ് എന്റെ ഇത് പറഞ്ഞത്. ഇല്ല ഇല്ല. പിന്നെ എങ്ങനെയാണ് LDFന്റെ പരിപാടിക്ക് വന്ന ബൊക്ക കൊടുക്കണം എന്ന് അവര് ഞാൻ കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ കൊല്ലം ഞാൻ വോട്ട് കൊടുത്തല്ല, കോൺഗ്രസ് ആയിരുന്നു. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ വോട്ട് കൊടുത്തായിരുന്നു. വോട്ട് കൊടുത്ത് ഇപ്പൊ എന്റെ വെറിലേക്കാണ് എല്ലാം കൊണ്ട് വയ്ക്കുന്നത്, തലയിലാണ്, എന്റെ തലയ്ക്കാണ് കൊണ്ട്. ഇവിടെ കുറെ ആളുകളുണ്ട്, നോണ പറയുന്ന ആളുകളുണ്ട്. ഞാൻ എങ്ങോട്ട് പെയ്യാലും കാര്യങ്ങൾ ഇങ്ങോട്ട്. ഞാൻ ആരും വീട്ടുകാർ ഒരു കാര്യത്തിന് ഞാൻ പോണതല്ല. ഞാൻ ഉള്ളതും കുടിച്ചോണ്ട് എന്റെ കൂരയ്ക്കകത്താണ് ഞാൻ കിടക്കുന്നത്. ഞങ്ങളെ വീടൊന്ന് കണ്ടാ അറിയാം, ഇടിഞ്ഞു പൊടിഞ്ഞു കിടക്കണം ഇപ്പൊ. അങ്ങനെ ഞങ്ങൾ ജീവിക്കുന്നത്. 8 പഠിക്കുന്ന ഒരു മോനുണ്ട് എനിക്ക്, അതിനെ എനിക്ക് വളർത്തണം എന്നുള്ള രീതിയിലാണ് ഞാൻ പോണത്. ഞാൻ ആരും വീട്ടിൽ ഒന്നിനും ഞാൻ പോണില്ല. ഈ വോട്ട് ആർക്ക് കൊടുക്കണം വേണ്ട എന്നുള്ളത് നമ്മളെ തീരുമാനമാണ്. അപ്പൊ അതിനിടയിൽ ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടാകാൻ മാത്രമുള്ള അധികാരം നിങ്ങളൊക്കെ അവരുമായിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഒരു പ്രശ്നത്തിന് ഞാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ എവിടെ ചെന്ന് നിന്നാലും എന്റെ ചേട്ടൻ എന്റെ ശശിധരരൊക്കെ നിന്നപ്പോഴത്തേക്ക് കോൺഗ്രസിനാണ് വോട്ടിട്ടെന്ന് അപ്പോഴും ഒന്ന് ബഹളം വെച്ച്. എവിടെ പോയാലും കല്യാണം വണ്ടി ചെയ്യുന്ന അപ്പോഴും വന്ന് എന്നെ ചണ്ട പിടിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവര്. ഈ കോൺഗ്രസിന് വോട്ട് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാ? ആദ്യമേ ഞാൻ കോൺഗ്രസ് ആയിരുന്നു. അതിലിപ്പോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് ചേട്ടൻ അടുത്ത് പറഞ്ഞാണ് ഞാൻ അങ്ങനെ ചെയ്തപ്പോ ഇപ്പൊ നമ്മൾ വോട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഭർത്താവിന്റെ ഇഷ്ടപ്രകാരം മാറി. പിന്നെ എങ്ങനെ വീണ്ടും ഇപ്പൊ മാറിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ എപ്പോഴും എന്നെ ഇപ്പൊ കാണുമ്പോഴൊക്കെ വഴക്ക് പറച്ചിലാണ്. ആര്? മെമ്പർ എന്നെ വഴക്ക് പറച്ചിലാണ് ജോലി. എന്തെന്നാ പറയാനത് പിന്നെ വോട്ട് തന്നില്ലെങ്കിൽ ഞങ്ങൾ നീ നിന്റെ ഭാര്യയും അനുഭവിക്കും. ഭയങ്കര ഒരു ഭാഷയൊക്കെ വളരെ വികൃതമായിട്ടുള്ള ഭാഷയാണ്. അത് ഒരു ദിവസം രാവിലെയാണ് വിളിച്ച് പറഞ്ഞത്. ഞാൻ അടുക്കളയിൽ ചേട്ടൻ കിടക്കുകയായിരുന്നു. ഫോൺ എടുത്ത പോലെ എനിക്ക് വോട്ട് തരണം, തന്നില്ലെങ്കിൽ നീയും നിന്റെ പെണ്ണും അനുഭവിക്കും. ചേട്ടൻ അടുത്ത് പറഞ്ഞ ഭീഷണിയാണ് ഈ തവണ ഇപ്പോഴും പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചയില് ഞങ്ങൾ തൊഴിലുറപ്പിന് പോവാണ്. ചേട്ടന് പണി ചെയ്യാൻ പറ്റൂല, കാലിൽ കമ്പി, പിന്നെ മാനസിക അസുഖമുള്ള ആളാണ്. മെഡിക്കൽ കോളേജ് മരുന്ന് കഴിച്ചു ഇപ്പൊ കാട്ടക്കടയിൽ നിന്നാണ് വാങ്ങിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങള് ഗുളിയെ ഒരു ദിവസം അല്ലെങ്കിൽ നമുക്ക് അത് പുറത്തുനിന്ന് വാങ്ങിക്കില്ല. അതിനൊക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. വേറെ ജോലിക്ക് അച്ഛനും എല്ലാം വയസ്സായിരിക്കുകയാണ്. വന്ന് കണ്ട ഒരു മിനിറ്റ് വന്ന് അവിടെ വരെ ഒന്ന് വന്ന് കണ്ടിട്ട് പോവാം. അത് ഞാൻ പറയുന്നത്. നമുക്ക് വേറെ ഒന്നും ചെയ്യും, നമുക്ക് ഒരു വോട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാം. അത് ഇങ്ങനെ ഭീഷണി വരുത്തിയ സ്ഥലത്തില് എന്നിട്ട് കുറെ ചില്ലറ വാരിയിട്ട് പറയണ എന്റെ അടുത്ത് ഒരു പൈസയില്ല. ഞാൻ ആരുടെയും പൈസ ചോദിച്ചിട്ടില്ല.
അവർക്കൊന്നുമില്ലെന്നാണ് അവർ പറയുന്നത്. ഒരൊറ്റ കാര്യം കൂടെ, അതായത് സാധാരണഗതിയിൽ വോട്ട് ചോദിക്കാൻ വരുന്ന ആളുകൾക്ക് പറയാൻ അവകാശവാദങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് 25 വർഷമായിട്ട് ഈ വാർഡ് ഭരിക്കുന്ന അതേ സ്ഥാനാർത്ഥിയാണ്. ഇതിനു മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന അതേ മെമ്പറാണ് ഇപ്പൊ വീണ്ടും സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് എന്തെങ്കിലും ഈ പറയുന്നത് പോലെ സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകി? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ? നമുക്ക് ഒരു സഹായം ചെയ്തിട്ടില്ല. ഞാൻ ചേട്ടന് വേണ്ടി സർട്ടിഫിക്കറ്റ് മറ്റേ തിരുവനന്തപുരം കോട്ടയം സൂറുണ്ടല്ലോ, അവിടെ ഞാൻ പോയപ്പോ ഇവിടെ മുമ്പ് വിളിച്ചു. അതിന് മുമ്പ് വേറെ ചേച്ചിയൊക്കെ എനിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനെന്ന്. അപ്പൊ ഞാൻ വെച്ച് അവര് നമ്മൾ കൊടുത്ത് വരുമെന്ന്, അന്ന് പോയാൽ മതിയെന്ന്. ഞാൻ അവിടെ ചെന്ന് എന്ത് ചെയ്യുന്ന എനിക്ക് അറിയില്ല, ശരിക്കും പറഞ്ഞ ഞാൻ പേടിച്ചു വിചാരിച്ചത്. അപ്പം ലത ചേച്ചി എന്ന ചേച്ചിയാണ് എനിക്കെല്ലാം ശരിയാക്കി തന്നത്. സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു. ഇപ്പം ചേട്ടന് പെൻഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ അപ്പൊ അവര് പറഞ്ഞു അവരാണ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തന്നതെന്ന്. അത് നമുക്ക് എവിടെ ന്യായമായിട്ട് പറയാം? സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തന്നതുകൊണ്ട് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. പെൻഷൻ തന്നില്ലേ, വീട് വാങ്ങിച്ചു തന്നില്ല. അത് മുമ്പറായി അവരെ കഴിവല്ലേ, അവരെ കഴിവല്ല, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവര് മുമ്പറായിട്ടല്ലേ നിക്കല്ലേ, അങ്ങനെ അവർക്ക് പറ്റിയില്ലെങ്കിൽ അവർ നിക്കല്ലേ എന്നാണ് ഞാൻ പറയുന്നത്. വാങ്ങിച്ചു തന്നേ വീട്ടിൽ അത് തന്നില്ല ഇത് തന്നില്ല, നമുക്ക് കൂടെയും കൊടുക്കുന്നില്ല. ഇത്രയും വർഷമായി വീട്ടിന് കൊടുത്തിട്ട് ഇപ്പോഴാണ് നമുക്ക് മോദിയിലെ വീട് കിട്ടിയത്. അത് ഞങ്ങൾ മഴയത്ത് വീട് ഒരു സൈഡിലെല്ലാം ഇടിഞ്ഞ് അവർക്കറിയാം. വീടെല്ലാം ഒരു സൈഡ് ഇടിഞ്ഞെല്ലാം കിടക്കുകയാണ് അവിടെ. അതിന്റെ പുറത്ത് നമ്മൾ കിടക്കാനായിരിക്കാനൊക്കെ. അതായത് ഈ പറയുന്നത് പോലെ ഒരു വോട്ട് ചോദിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ഒരു സൗഹൃദ സംഭാഷണമൊക്കെ നടത്തുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ ഇപ്പോ LDF നേതാക്കന്മാർ ഇപ്പോഴും ഭീഷണിപ്പെടുത്തി വോട്ട് വാങ്ങുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് നമ്മളിവിടെ കണ്ടത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു ഇലക്ഷൻ വരുമ്പോൾ പേടിച്ച് കഴിയേണ്ടുന്ന സാഹചര്യമാണ് സാധാരണക്കാരന് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടെയായിട്ട് ഇത് മാറുന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 25 വർഷത്തോളം ഇതേ സ്ഥലത്ത് മെമ്പറായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഇത്തരത്തിൽ വോട്ട്, അതായത് എനിക്ക് വോട്ട് തന്നില്ല എങ്കിൽ കാണിച്ചു തരാമെന്നുള്ള ഒരു ഭീഷണി അടക്കം നടത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം വോട്ട് പണം കൊടുത്ത് മാത്രമല്ല, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് മാത്രമല്ല, ഭീഷണിപ്പെടുത്തിയും വാങ്ങുന്നുണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. LDF സർക്കാർ എല്ലാം വരും, എല്ലാം ശരിയാകുമെന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇവിടെയുള്ള നാട്ടുകാർ എന്നതാണ് ഇവിടുന്ന് വ്യക്തമാകുന്നത്. നിരവധി ആളുകൾ ഇന്നിപ്പോൾ നമ്മൾ ഈ പ്രദേശത്തെത്തിയപ്പോൾ മാധ്യമമാണ് എന്ന് കണ്ടപ്പോൾ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നാട്ടിലുള്ള ആളുകൾക്ക് ആവശ്യങ്ങൾക്ക് അനുസരിച്ചല്ല കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കുന്നത്. അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ വീണ്ടും വീണ്ടും തയ്യാറാക്കി നൽകുന്ന, സഹായമായി നൽകുന്ന ഒരു സമ്പ്രദായമാണ് എന്ന് പറയുന്നു. എന്തായാലും LDF സ്ഥാനാർത്ഥിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്.